أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العظيم. السلام عليكم ورحمة الله تعالى وبركاته. നമ്മളെല്ലാവരും റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. ഓരോ റമദാനിലേക്ക് കടക്കുമ്പോഴും ഈ റമദാനിൽ എന്ത് എന്നെപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആലോചിക്കാറുണ്ട്. എന്താണ് ഈ റമദാനിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നോമ്പിനെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ റമദാനിനെ എടുത്തു പറയുന്ന ഒരു ആയത്തിൽ എന്താണ് റമദാനിൻ്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് റമദാനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എൻഡ് ഓഫ് ദ റമദാൻ നമുക്ക് തഖ്വ എത്തണം, അല്ലെങ്കിൽ തഖ്വയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവണം എന്നുള്ളതാണല്ലോ അള്ളാഹ് അതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഈ പറയുന്ന ഈ തഖ്വയുള്ളവരുടെ വിശേഷണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പിന്നെ പറയുന്നുണ്ട് ആയത്തിൽ. അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നത്. അതായത് മുഅ്മിനൂങ്ങൾ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ നമസ്കാരത്തിൽ സൂക്ഷ്മതയുള്ളവരായിരുന്നു എന്നതാണ്. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. റമദാനിലൂടെ തഖ്വ എന്നൊരു പർപ്പസിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരം തന്നെയാണ്. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക, അതിലൂടെ റമദാനിൽ തഖ്വയുള്ളവരാവുക എന്നത് തന്നെയാണ്. ഇവിടെ ഖുർആനായിട്ടുള്ള ബന്ധം എന്നുള്ളതൊരു പ്രധാനമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കിയ മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഖുർആനുമായിട്ട് എങ്ങനെയാണ്, അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു, അതിനുള്ള പെരുമാറ്റം എങ്ങനെയൊക്കെയാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ ഇമാം ഗസാലി റഹ്മഹുല്ലാ വളരെ മനോഹരമായിട്ട് ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങൾ, ഖുർആൻ ഓതുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ റമളാനാവുമ്പോൾ ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നത് ചെറിയവരും വലിയവരും ഒക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ വൃത്തിക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ഇനി ഈ റമളാനിൽ ഒരു ഖത്മുൽ ഖുർആനാണെങ്കിൽ അടുത്തൊരു റമളാനിൽ അത് 2, അത് 3 എന്നിങ്ങനെ കടക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ കടത്തിക്കൊണ്ട്, പക്ഷേ ഇവിടെയൊക്കെയും വെറും പാരായണം അല്ലെങ്കിൽ ഖത്മുൽ ഖുർആൻ എന്നതിൽ അവസാനിപ്പിക്കുക എന്നതല്ല. ഈ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വെറുതെ നോക്കിയിരുന്നാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എണ്ണി പറഞ്ഞതിൽ ഒന്നാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. അത്രയും മഹത്തരമാണ് നമ്മുടെ വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ഹർഫ് ഓതിയാൽ തന്നെ 10 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് പറയുന്നത്. സഹാബാക്കൾ അവർ പറയാറുണ്ട്, ഇബ്നു മസ്ഊദിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വെച്ചാൽ ഞങ്ങൾ 10 ആയത്തുകൾ പഠിച്ചതിന് ശേഷം അവ പൂർണ്ണമായി മനസ്സിലാക്കി അവ അനുസരിച്ച് പ്രവർത്തിക്കുകയും അതിലുള്ള ഹറാമുകളും ഹലാലുകളും കാര്യങ്ങൾ അറിഞ്ഞതിന് മാത്രമേ അടുത്ത 10 ആയത്തുകളിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാക്കുക, സഹാബാക്കൾ സ്വീകരിച്ച ഒരു രീതി, അവരുടെ നിലപാടെന്ന് പറയുന്നത് കുറച്ച് ആയത്തുകളാണെങ്കിലും അത് പഠിക്കുമ്പോൾ അത് ഹിഫ്ള് ചെയ്ത് അത് പ്രാക്ടിക്കലാക്കിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് അടുത്തതിലേക്ക് കിടക്കുക. അപ്പം ഇനി വരുന്ന റമളാന് നമ്മളെന്താക്കാം, അതിൻ്റെ പാരായണത്തിൽ, കേവലം പാരായണത്തിൽ ഒതുങ്ങാതെ അതിൻ്റെ ട്രാൻസ്ലേഷന് കാര്യങ്ങളിലേക്കും പിന്നെ വിവിധ തഫ്സീർ വായനകളിലേക്കും നീണ്ടുപോവുക. അങ്ങനെ ഖുർആനുമായിട്ടുള്ള ബന്ധം പലതരത്തിലും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വിഷയം പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും നമ്മുടെ ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഖത്തമുൽ ഖുർആൻ ഓതാ, അത് എത്ര ഖത്തമ് തീർത്തു, അതിൻ്റെ എണ്ണ എടുക്കലൊക്കെ നമ്മൾ എല്ലാവരും ഭയങ്കര ആവേശമുള്ള കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഓരോ ആയത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ കുൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാം സൂറത്തു ളുഹ, അള്ളാഹു നമ്മോട് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു സൂറയാണ് സൂറത്തു ളുഹ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വഹുവ മഅക്കും ഐനമാ കുൻതും എന്നൊക്കെ തുടങ്ങുന്ന ആയത്തുകൾ, അങ്ങനെയുള്ള ആയത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് സ്വന്തം ഇരുന്ന് ഒന്ന് ആ ഖുർആനിലെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മോട് പറയുന്നത് എന്നത് വെറും ഒരു പാരായണത്തിനപ്പുറം അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൽ അതിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് യഥാർത്ഥ ഖുർആൻ പാരായണം, ഖുർആൻ്റെ ആളുകളായി മാറാൻ അതിലൂടെയാണ് നമുക്ക് സാധിക്കുക. അപ്പോൾ ഖത്തം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, നമ്മൾ വെറുതെ പാരായണം ചെയ്യാന്നുള്ളത്. എന്നാൽ പോലും ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നതാണല്ലോ വിശുദ്ധ ഖുർആനുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണല്ലോ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആയത്തിന് ശേഷം റബ്ബ് പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെ പറ്റിയിട്ട് എൻ്റെ അടിമ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ പ്രവാചകരെ താങ്കൾ ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അള്ളാഹ് പിന്നെ പറയാണ്. പിന്നെ പറയുന്ന കാര്യം ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ആരാണോ എന്നോട് ചോദിക്കുന്നത് അവർക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ സംസാരിക്കുക, റബ്ബിനോട് നമ്മൾ ചോദിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. റബ്ബിനോട് ചോദിക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ ചോദിക്കാതിരിക്കുന്നത് റബ്ബിൻ്റെ കോപത്തിന് ഇരയാക്കുന്ന കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ തന്നെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണ് ദുആ എന്നുള്ള അർത്ഥത്തിൽ അദ്ദുആ മുഖുൽ ഇബാദ. അതുപോലെ തന്നെ ദുആയിനേക്കാൾ അക്രമായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള മറ്റൊന്നില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ റബ്ബിൻ്റെ കലാമ് വായിക്കുക, അറിയുക എന്നുള്ളതിൻ്റെ ഒക്കെ കൂടെ തന്നെ റബ്ബിനോടുള്ള ഒരു ബന്ധം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് റബ്ബിനോട് ആദ്യം ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. അവിടെ തന്നെ കൽബുൻ സലീം ആവുക എന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥനയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ ഇപ്പം റമളാൻ നമ്മൾ ഇപ്പോൾ സ്ഥിരം കണ്ടുവരുന്ന, അതായത് ഇപ്പോൾ റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനൊക്കെ പരീക്ഷയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഈ എക്സാമിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ റമളാനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണലുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലാവരുടെ ഇടയിൽ നമ്മൾ കാണലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, ഓരോ ആളും റമളാനിലേക്ക് കടക്കുമ്പോൾ അവിടെ എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ പുറത്തു തരാനും എന്നെ ഒരു പുതിയ മനുഷ്യനായ ഒരു ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് റമളാനിന് ശേഷം തുടർന്ന് ജീവിക്കാനൊക്കെ ഒരു അവസരമായിട്ട് നൽകിയ ഒരു റമളാനിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന് ആ എക്സാം ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഇവിടെ ഓരോ വിദ്യാർത്ഥിയും എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് എൻ്റെ റമളാൻ എന്ന് പറയുന്നത്. കാരണം ഓരോ വർഷവും റമളാനിന് അതിൻ്റെതായ പ്രാധാന്യം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ റബ്ബുമായിട്ടുള്ള എൻ്റെ ബന്ധം ശക്തിപ്പെടുത്താനും എനിക്ക് ഇബാദത്ത് ചെയ്യാനുമുള്ള ഒരു അവസരമായിട്ട് റമളാനെ കാണാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് തന്നെയാണ് പ്രാർത്ഥന. പടച്ചവനോട് പ്രാർത്ഥിക്കുക, ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാനും ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി പടച്ചവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും എന്നൊക്കെ ഉള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി എക്സാമിന് വേണ്ടിയും അതിൻ്റെ കൂടെ തന്നെയുള്ള ഈ ഒരു റമളാനെ ഉപയോഗപ്പെടുത്താനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഭരണാധികാരിയുടെ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതായത് ഒരു നാട്ടിൽ വല്ലാണ്ട് വരൾച്ച ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ആ ഭരണാധികാരി ആ നാട്ടിലെ ആളുകളെ മുഴുവൻ അവിടെ കൂട്ടി വിളിച്ചിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ കോരിച്ചൊരിഞ്ഞ് മഴ പെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാവരും കൂടി ഭരണാധികാരിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭരണാധികാരിനെ ഇങ്ങനെ മദ്ഹ് ചെയ്ത് സംസാരിക്കും. അപ്പോൾ ആ ഭരണാധികാരി പറയുന്നുണ്ട്, ഒരു കുഞ്ഞു കുട്ടീനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അവൻ്റെ പ്രാർത്ഥനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെടും. കാരണം ഇത്രയും വലിയൊരു ഭരണാധികാരിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഭരണാധികാരി ആ കുട്ടിയെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ അതിന് കാരണമായിക്കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നത് കൊട കയ്യിൽ കരുതി കൊണ്ടായിരിക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പടച്ചവൻ നമുക്ക് ഉത്തരം നൽകുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒക്കത്തിനെയും
ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. അത് എക്സാം ആയിക്കോട്ടെ, റമദാൻ ആയിക്കോട്ടെ, ഒക്കത്തിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തൽഹ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കണ്ടൊരു സ്വപ്നം, അദ്ദേഹം സ്വർഗത്തിലെ വാതിൽക്കൽ ഇരിക്കുന്ന സമയത്ത് 2 സഹാബാക്കൾ കടന്നു വരും. അതിലൊരാൾ ഷഹീദും മറ്റൊരാൾ ആ ഷഹീദായ സ്വഹാബിക്ക് ശേഷം 1 വർഷത്തിന് ശേഷം സാധാരണ മരണപ്പെട്ട ഒരു സ്വഹാബി ആയിരിക്കും. എന്നാൽ സ്വർഗപ്രവേശനത്തിന് ആദ്യം അനുവാദം നൽകപ്പെടുന്നത് ആ ഷഹീദല്ലാത്ത സ്വഹാബിക്കായിരിക്കും. അപ്പം ഇത് ഭയങ്കരമായിട്ട് തൽഹ റളിയല്ലാഹു അൻഹുവിൽ ഭയങ്കരമായിട്ട് അത്ഭുതം ഉണ്ടാക്കി. അപ്പം ഈ ഒരു ആശ്ചര്യം പോയിട്ട് സഹാബാക്കളുടെ അടുത്ത് പറയുകയും ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, പറയുന്നുണ്ട്, ആ ഷഹീദ് അല്ലാത്ത സ്വഹാബിക്ക് 1 റമളാനും കൂടി 1 വർഷം കൂടി അധികരിച്ച് കിട്ടി, അതിൽ 1 റമളാനും കൂടി കിട്ടി. അപ്പം ആ റമളാന് അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി മരണപ്പെട്ടപ്പം അവിടെ 1 റമളാനും കൂടി കൂടുതൽ കിട്ടിയത് കാരണമാണ് ആ സ്വർഗപ്രവേശനത്തിന് മുൻതൂക്കം നൽകപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം നമുക്കും 1 റമളാനും കൂടി അധികമായി ലഭിക്കാനും അതിനെ എത്രത്തോളം കൃത്യമായിട്ട് എല്ലാ അർത്ഥത്തിലും അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഒരിക്കലും നഷ്ടകാരികളിൽ പെട്ടു പോകരുത് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് പോലും ശരിക്കും റമദാനിൽ നമുക്ക് വെറുതെ കളയാൻ കഴിയില്ലല്ലോ. ഒരു ഓഫർ പീരീഡ് ആയതുകൊണ്ട് എങ്ങനെ ഒരു സെക്കൻഡെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതിലായിരിക്കുമല്ലോ നമ്മളെ ശ്രദ്ധ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് നിയത്തുകൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമാക്കുക എന്നുള്ളതുണ്ട്. അതോടൊപ്പം നമുക്ക് ഭൗതികമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ എക്സാം പറഞ്ഞു, കുറേ കുട്ടികൾക്ക്, നമ്മൾക്ക് എല്ലാവർക്കും എക്സാമുകളുള്ള സമയമാകുമ്പോൾ പഠിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അറിവ് നേടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹുവിന് വേണ്ടിയിട്ട് അറിവ് നേടുന്നു എന്നൊരു നീയത്ത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ അത് അള്ളാഹുവിലേക്ക് നീയത്ത് കണക്റ്റ് ആക്കി കഴിയുമ്പോൾ അത് നമുക്ക് പ്രതിഫലാർഹ ഇബാദത്തായിട്ട് മാറും. അപ്പം ആ ഒരു അർത്ഥത്തിൽ നമുക്കൊരു സ്മാർട്ട് വർക്ക് ചെയ്യാം. നമ്മളെ ഒരു സംഭവം പോലും, ഒരു സെക്കൻഡ് പോലും റബ്ബിനെ ചേർക്കാൻ പറ്റാത്ത ഒരു സാധനം ആവൂല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ റമളാനിലെ ഓരോ സെക്കൻഡും നമുക്ക് പ്രതിഫലാർഹാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഈ സ്മാർട്ട് വർക്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം മാനേജ്മെന്റ് ആയിരിക്കും. അപ്പം അതായത് നമ്മളിപ്പോൾ റമളാനിലേക്ക് കടക്കുകയാണ്, അപ്പം ഇനിയും കുറച്ച് ദിവസങ്ങൾ ബാക്കിയാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് ഉറങ്ങാനുള്ള സമയം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി സമയങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് കൃത്യമായി എഴുതി വെക്കാം. അത് ശരിക്കും നല്ല ഉപകാരപ്പെടും നമുക്ക്. കാരണം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെ നമ്മുടെ ഓരോ പ്രവർത്തികൾ, ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ വീട് വൃത്തിയാക്കലായാലും അങ്ങനെ എന്ത് കാര്യങ്ങളായാലും അതിനൊക്കെ ഓരോ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം വേസ്റ്റായി പോയി നഷ്ടപ്പെട്ടൊരു റമളാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ ഒരു പണിയെടുത്ത് അതിൻ്റെ ക്ഷീണം തീർത്ത് പിന്നെ അടുത്ത പണി, അങ്ങനെ നമ്മളൊരു ഷെഡ്യൂൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് ഓരോ ദിവസവും എല്ലാം ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതേസമയം നമ്മളിങ്ങനെ ഭയങ്കര കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഖുർആൻ പാരായണത്തിനായാലും അപ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്ത ദിവസം ഞാൻ എന്തൊക്കെയാണ് കൂടുതൽ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ റമളാനിനേക്കാളൊക്കെ ഏറ്റവും അടിപൊളിയായ രീതിയിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ആ ഒരു സമയം. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ റബ്ബിൻ്റെ ഒരു ബർക്കത്ത് വേണമല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട്, ഉമ്മത്ത് മുസ്ലിമക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് രാവിലെകളിൽ എൻ്റെ ഉമ്മത്തിന് ബർക്കത്ത് ചൊരിയണമേ റബ്ബേന്ന്. അപ്പം നമ്മൾ അസ്ഹാബുൽ ഫജ്ർ, അതായത് രാവിലെൻ്റെ ആൾക്കാരാവാന്നുള്ളത്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാനിൻ്റെ കൂടെ ഇതും കൂടി ചെയ്യുമ്പോൾ നമ്മളുടെ ദിവസം റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉഷാറാവും. അപ്പോൾ അതിന് റവാത്തിബ് സുന്നത്ത്, ഇപ്പം സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്തിന് പറയുന്നത് ഖൈറും മിന ദുനിയ വൽ ആഖിറ എന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. അപ്പോൾ അത് നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് അത്രയും ശ്രേഷ്ഠത കിട്ടുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫജ്ർ, നമ്മൾ സുബഹി നിസ്കാരം കൃത്യസമയത്ത് ജമാഅത്തൊക്കെ ആയിട്ട് നമസ്കരിച്ച് കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലായിരിക്കും, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ആ ദിവസം എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, രാവിലെയുള്ള ഖുർആന് കാന മഷ്ഹൂദ, അത് ജിബ്രീൽ അല്ല മലക്കുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവർ സാക്ഷ്യം വഹിക്കും നമ്മൾ അപ്പം ചെയ്യുന്ന ഖുർആൻ പാരായണങ്ങൾക്കും ഒക്കെ. അപ്പം ആ അർത്ഥത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് രാവിലെൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. അപ്പം നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി പോകാനൊരു ചാൻസ് ഉണ്ട്. കാരണം റമളാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ തിരിഞ്ഞു,
നമ്മൾ ഉറക്കമൊക്കെ രാവിലത്തേക്ക് വരുന്നൊരു സമയമുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു സൂര്യോദയം വരെ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റവാത്തിബ് സുന്നത്തും ഫജ്റും പിന്നെ ഉള്ളൊരു കുറച്ച് സമയം അതെങ്ങനെയെങ്കിലും ദിക്റുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം പിന്നീട് നമ്മൾ ഉറക്കത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ റബ്ബിൻ്റെ ഒരു ബർക്കത്ത് കൂടി നമുക്ക് കിട്ടും. അതും പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മിനിറ്റും സെക്കൻഡും ഒക്കെ ആ ഒരു അർത്ഥത്തിൽ ഉപയോഗപ്രദമാക്കാൻ പറ്റും റമദാനിൽ. സുന്നത്തുകൾ പറഞ്ഞ സമയത്ത് നമ്മുടെ റമദാനിലെ തറാവിഹ് നമസ്കാരങ്ങൾ, ഇഅ്തികാഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പം മെയിനായിട്ട് രാത്രികാലങ്ങളിൽ പള്ളികളേക്കാൾ ഉപരി ലൈവാവുക സ്ട്രീറ്റായിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ടായിരിക്കും കുട്ടികൾ കാത്തിട്ടുണ്ടാവുക. കാരണം ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ആയാലും നമ്മുടെ അനിയന്മാരൊക്കെ ഒരു കാത്തിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു തറാവീഹിൻ്റെ സമയമാവാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുമായിരിക്കും. പക്ഷെ അവർ കാത്തിക്കുന്നത് തറാവീഹ് നമസ്കരിക്കാനില്ല എന്നതിലുപരി അവിടെ ആ സമയം ആ ഒരു വൈബ് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു രീതിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയും ഈ പറഞ്ഞതുപോലെ ഇബാദത്തുകളും ഉണ്ട് നിറക്കേണ്ട റമദാൻ അല്ലെങ്കിൽ നോമ്പ്, അത് അറിയാതെയെങ്കിലും പല അർത്ഥത്തിലും അതിൻ്റെ റൂഹുകൾ, നമ്മുടെ ഇബാദത്തുകളുടെ റൂഹുകൾ ഇല്ലാതായി പോകുന്നുണ്ടോ? പള്ളികൾ ഉറങ്ങുകയും സ്ട്രീറ്റുകൾ വെച്ചാൽ വെളിച്ചം വെക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുമെന്ന് പറയുന്നത് ഭയങ്കര അടങ്ങാറുള്ളൊരു കാര്യമാണ്. അതേപോലെ നമുക്ക് ഉണ്ടാകുന്ന നോമ്പ് തുറകൾ. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നത് ആ നോമ്പ് ഉറപ്പിക്കുന്ന ആൾക്ക് നോമ്പെടുത്ത കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ നോമ്പ് തുറപ്പിക്കുമ്പോൾ, നമ്മൾ നോമ്പ് തുറകൾ നടത്തുമ്പോൾ നമ്മുടെ നീയത്ത് തന്നെ പിന്നെയും പ്രധാനമായിട്ട് വരുന്നത്. അതായത് നമ്മൾ ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണോ, അതല്ല നമ്മൾ നമ്മുടെ ഒരു സൽക്കാര പ്രിയത കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്പത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആളുകളെ കാണിക്കാനോ അറിയിക്കാനോ ഒക്കെ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അത് തെറ്റിപ്പോയി. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നിയത്തുകൾ എവിടെയെന്നുള്ളതിനനുസരിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ പ്രതിഫലങ്ങൾ കിടക്കുന്നത്. അവിടെ പറയുമ്പോഴും ഈ ഇപ്പം നോമ്പ് തുറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അടുപ്പിക്കാനും അതുപോലെ പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ അടുപ്പിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു അവസരം കൂടിയാണത്. പക്ഷേ അവിടെ ഇതാണ് പ്രശ്നം വരുന്നത്, നമ്മുടെ നീയത്ത് ശരിയായെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് അതനുസരിച്ച് കിട്ടും, അല്ല എന്നെങ്കിൽ പാഴായി പോണ ഒരു അവസ്ഥയാണ്. ഇഫ്താർ മീറ്റുകൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നല്ലോണം ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇഫ്താർ മീറ്റ് തന്നെയാണ് അല്ലെങ്കിൽ നോമ്പ് തുറ തന്നെയാണ് റമളാൻ എന്ന രീതിക്ക് മാറിപ്പോകാണ്ടിരുന്നാൽ മതി. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ഈ നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത് തഖ്വ ഉള്ളവരായി തീരുക എന്നുള്ളത്. അപ്പം തഖ്വൻ്റെ താരീഫ്, അതിൻ്റെ നിർവചനം എടുത്ത് നോക്കുന്ന സമയത്ത് ഇംതിസാലു അവാമിരില്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അവാമിറുകൾ, കൽപ്പനകൾ അനുസരിക്കുക, പ്രവർത്തിക്കുക. ഇജ്തിനാബ് നവാഹി എന്നുവെച്ചാൽ അവന് നിരോധിച്ച ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. അപ്പം ഇത് ചെയ്യുന്നതിലൂടെയാണ് വെച്ചാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തിന്മകളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നാറിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമുക്ക് സുരക്ഷ ഉണ്ടാകുന്നത്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. വെച്ചാൽ ദൈവഭക്തി, സുരക്ഷ, കവചം എന്നൊക്കെയാണല്ലോ തഖ്വൻ്റെ അർത്ഥം. അപ്പം ഇവിടെ നമ്മളൊക്കെയും അമലും സാലിഹാത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പം ഹലാലുകൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ എളുപ്പമാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അതും കൂടി ചെയ്യുമ്പോൾ മാത്രമേ തഖ്വൻ്റെ താരീഫ് നിർവചനം പൂർത്തീകരിക്കാനും മുത്തഖികളുടെ കൂട്ടത്തിൽ നമുക്ക് പെടാനും സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര, നമ്മുടെ ഈ ടു ഡു ലിസ്റ്റിൽ ടിക്ക് ഇടാനൊക്കെ ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും. ഓരോ റമളാനിൽ പുതുതായിട്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്തൊക്കെ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ലിസ്റ്റായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുക. പക്ഷെ നമ്മളൊന്ന് സ്വയം വിലയിരുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനും എൻ്റെ റബ്ബുമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ആ ഹൃദയത്തിനെ ഒന്ന് പിഴിഞ്ഞു നോക്കിയാൽ കാണുന്ന കുറേ കറകളുണ്ടാവും. അതായത് നമ്മളിങ്ങനെ അഡിക്റ്റായി പോയ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തിന്മകൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവും. അത് പക്ഷേ
മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു മറയായിട്ട് ഇരിക്കുന്നതാവും. നമ്മൾ നമ്മുടെ റബ്ബിന് മാത്രം അറിയാവുന്ന കുറേ തിന്മകളുണ്ടാവും. അപ്പോൾ ഈ ഒരു റമളാന് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അത് ചെയ്യുന്നതിനോട് കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ളൊരു തിന്മ, ആ ഒരു തിന്മ എന്താണെന്ന് സ്വയം തിരിച്ചറിയുകയും എൻ്റെ റബ്ബിനെ ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് തടസ്സം വരുന്ന ആ ഒരു തിന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ റമളാനിനെ കാണാം. അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നത് ഒന്നും കൂടി നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക എന്നൊരു നിയത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സഹായിക്കും. ഇപ്പൊ തിന്മ ചെയ്യാതിരിക്കുക അതൊരു പണിയുള്ള കാര്യമാണ്, ഒരു റിസ്ക് ആണ്. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ഞാനൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, എണ്ണി കണക്കാക്കാൻ ഒന്നും ഇല്ലാത്ത ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം. പക്ഷെ എനിക്കിങ്ങനൊരു തെറ്റുണ്ട്, ഞാനിങ്ങനൊരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുന്നതിൽ നിന്നാണ് അത് തുടങ്ങുക. അത് അംഗീകരിച്ച് പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറാനുള്ള സ്റ്റെപ്പുകൾ, അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതിലൂടെ ആ റിസ്ക് നമ്മൾ മറികടക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആദ്യ മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം, ഹവ്വ ബീവി. അവർക്കും ഈ റിസ്ക് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടായിരുന്നത്. സ്വർഗത്തില് എല്ലാ കനികളും ഭക്ഷിക്കാം എന്നുള്ള കൽപ്പന കൊടുത്തു, പക്ഷെ ഒരു കനി ഭക്ഷിക്കരുത് എന്നുള്ളൊരു നിരോധനവും കൊടുത്തു. അപ്പൊ അത് കഴിക്കുന്നത് ഒരു തെറ്റാണ്. അപ്പൊ ആ കഴിക്കാതിരിക്കുക എന്നുള്ളതൊരു റിസ്ക് ആണ്. പക്ഷെ അത് സംഭവിച്ചപ്പോ എന്താണ്? അപ്പൊ ആദം അലൈഹിസ്സലാം ആ തെറ്റ് ഞാൻ ചെയ്തു എന്ന് അംഗീകരിച്ചു. റബ്ബന വലംന അൻഫുസന എന്നാ പറഞ്ഞേ, റബ്ബൻ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, പിന്നെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരി പെട്ടുപോകും എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങുമ്പോഴാണ് അവിടെ കാര്യം ശരിയായത്. അപ്പൊ ദുനിയാവിലും നമുക്ക് ഇത് തന്നെ, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള നമ്മൾ പെട്ടുപോകുന്ന തെറ്റുകൾ അത് നമുക്കുള്ള പരീക്ഷണമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു റിസ്കിനെ ഏറ്റെടുത്ത് അതിനെ അംഗീകരിച്ച് അതിൽ നിന്ന് മാറാനുള്ള സ്റ്റെപ്പുകൾ എടുത്ത് റബ്ബിലേക്ക് തിരിച്ചു മടങ്ങുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. റമളാനിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഈ പറ്റിയ ഓരോ ചെറിയ തെറ്റാണെങ്കിലും അത് അംഗീകരിക്കുക എന്നത് ചിലപ്പോൾ പ്രയാസമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതായത് ഒരാൾ ചെയ്യുന്ന ചെറിയ തെറ്റാണെങ്കിൽ കൂടി ഒരു സത്യവിശ്വാസിയും സത്യനിഷേധിയും തെറ്റിനെ വീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. അതായത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു മലയുടെ താഴെ വന്നിരുന്നു കൊണ്ട് ആ മലയെങ്ങാനും എൻ്റെ തലയിലേക്ക് വീഴുമോ എന്നുള്ള ആ ഒരു ഭയം ആ ഒരു രൂപത്തിലായിരിക്കും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ തെറ്റിനെ കാണാം. അതേസമയം ഒരു സത്യനിഷേധി, ഒരു തെമ്മാടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൂക്കിൽ വന്നിരിക്കുന്ന ഒരു ഈച്ച, ആ ഈച്ചയെ തട്ടി മാറ്റുന്ന ആ ഒരു ലാഘവേ അവൻ ആ തെറ്റിനോട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് സ്വയം ഇരുന്ന് വിചാരണ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന്. ആ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുക എന്നതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇതൊക്കെയും എനിക്ക് തോന്നുന്നു തീർത്തും വ്യക്തിപരമാണ് ഒരു പരിധിവരെ. കാരണം തെറ്റുകളെന്ന് പറയുമ്പം അത് എല്ലാ തരത്തിലായിരിക്കും. വികാരങ്ങൾ, പ്രവർത്തനങ്ങൾ ഒക്കെ എല്ലാത്തിലും ഉണ്ടാവും. അപ്പം തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും എന്താണെന്ന് ചിലപ്പോഴെങ്കിലും അത് പരസ്യമാവാത്തതായിരിക്കും, അതെന്താണെന്ന് കണ്ടെത്തി അതിൽ നിന്ന് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് പടച്ചവനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ വിജയിക്കുക. അപ്പം ഇതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മനുഷ്യാരംഭം തൊട്ട് തന്നെ റമളാന് നോമ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഫർളാക്കിയിട്ടുള്ളത്. നോമ്പെന്താണ്? അസൗമു ജുന്നത്ത്, നോമ്പെന്ന് പറയുന്നത് പരിചയമാണ്. അപ്പം ഇതൊക്കെയും നോമ്പെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ അത്താഴം തൊട്ട് വൈകിട്ട് വെച്ചാൽ മഗ്രിബ് വരെ പിടിച്ചു നിൽക്കുക. വെച്ചാൽ പഠിച്ചവൻ പറഞ്ഞ് അത് തിന്നണ്ട, നമുക്കത് നമ്മളെ മുമ്പിലുണ്ട്, പക്ഷെ അത് തിന്നണ്ട, നമ്മൾ വികാരങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, ആ ഒരു ടൈം പീരീഡ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മളെ കൊണ്ട് പറ്റും, മനുഷ്യനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള ഒരു തോക്കത്ത്, ഒരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും നോമ്പിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ച് പറയുന്ന ഒന്നാണ് അസൗമു ഷഹറു സബർ എന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തെറ്റിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക,
അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി മാറ്റി വെക്കുകയാണല്ലോ. അള്ളാഹുവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം നൽകുന്നതും ഞാനാണ്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ആ ഒരു സമയം മുഴുവനായിട്ട് മാറ്റിവെക്കുക. പല കാര്യങ്ങളും നമ്മൾ ത്യജിക്കേണ്ടി വരും. അതിലൂടെയൊക്കെ ഒരു വിശ്വാസി നേടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വബർ തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റമളാനിൽ നമുക്ക് ആ ഒരു ശ്രദ്ധ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ ചിലർക്കെങ്കിലും പറ്റിപ്പോകുന്നൊരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു റമളാൻ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ പഴയ ആളാവൂല. അതായത് ചെയ്ത നന്മകളിൽ നിന്ന് ആ നന്മകളും ഇല്ലാണ്ട് വേറൊരു തരത്തിലേക്ക് മാറുക എന്നൊരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതൊരു കർമ്മങ്ങളായാലും നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന എന്തായാലും അതിൽ സബാത്ത് ഉണ്ടാവുക, അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നതാണ്. ആ ഒരു 11 മാസങ്ങളിലും, അതായത് അടുത്ത റമളാൻ എത്തുമ്പോഴേക്കും ആ കഴിഞ്ഞ റമളാനിൽ ചെയ്ത കർമ്മങ്ങളും അതിന്റെ കൂട്ടത്തിൽ പുതിയ നന്മ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യുക, അതിനു വേണ്ടി പണിയെടുക്കുക എന്നൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റമളാൻ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുക. നമ്മൾ തിന്മകൾ ശ്രദ്ധിക്കുന്നതിന്റെ പ്രാധാന്യം പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സഹാബി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നുണ്ട്, ആളുകൾ പൊതുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മകളെ പറ്റിയിട്ടാണ് ചോദിക്കാറുള്ളത്, പക്ഷെ ഞാൻ തിന്മകളെ പറ്റിയിട്ടാണ് ചോദിക്കുക എന്നുള്ളത്. അവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നമ്മൾ തഖ്വന്റെ താരീഫൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യമാണ്. അതായത് തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ നിരോധനങ്ങൾ അറിഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നത്. അപ്പോൾ നമ്മൾ റമദാനിലും അത് കഴിഞ്ഞുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കുറേ നന്മകൾ ചെയ്തിട്ട് ആ നന്മകളൊക്കെ കാർന്നു തിന്നുന്ന പോലെ നമ്മളെ തിന്മകൾ വന്നു കഴിയുമ്പോൾ അതൊരു പ്രശ്നമാണല്ലോ. നമ്മൾ അത്രയും കാലം ചെയ്ത നന്മകൾ അപ്പോൾ അത് പോയി, ആ നന്മകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ തിന്മകൾ കാരണമായിട്ട്. അപ്പൊ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറി. അപ്പം ഒന്നാമത്തെ പടി കയറിയപ്പോൾ ആമീൻ പറഞ്ഞു, രണ്ടാമത്തെയും മൂന്നാമത്തെയും പടിയിൽ കയറിയപ്പോൾ ഇതുപോലെ ആമീൻ പറഞ്ഞു. അപ്പം സഹാബാക്കൾ ചോദിച്ചു, എന്താണ് റസൂലേ താങ്കൾ ഇങ്ങനെ ആമീൻ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒന്നാമതായിട്ട് പറയുന്നത്, ഞാൻ ഒന്നാമത്തെ പടിയിൽ കയറിയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നുണ്ട്, ഒരു റമളാൻ ലഭിക്കുകയും എന്നാൽ ആ റമളാനിൽ പാപമോചനം, തെറ്റുകൾ പൊറുക്കപ്പെടാതെ പോവുകയും ചെയ്തവന് നാശമുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ ഒരു റമളാൻ കിട്ടുകയും എന്നാൽ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് പാപമോചനം, ഇസ്തിഗ്ഫാറും തൗബയും സ്വീകരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു ഭയങ്കര നിരാശയായുള്ളൊരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഹദീസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ജീവിതത്തിന് ശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ വഴിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും അത് തന്നെയാണ്. നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നത് തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അതിൽ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറയുമ്പോഴും നമുക്കറിയാം, പാപമുക്തനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരു ദിവസം കുറഞ്ഞത് 70 പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. 100 റിവായത്തുണ്ട്. അപ്പോൾ നമ്മളവിടെ ചിന്തിക്കേണ്ടത്, ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞും അറിയാതെയൊക്കെ ആയിട്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യണം, നമ്മൾ ഇതുവരെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യലുണ്ട്, ഇതൊക്കെ നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യേണ്ട ഒന്നാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്, സ്വാഭാവികമാണ്, നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും. പക്ഷെ അവിടെയൊക്കെ അള്ളാഹുവിന് പ്രിയപ്പെട്ട ദാസിയാവുക എന്ന് പറയുമ്പോൾ ആ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നത് തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ച്, അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ഖുർആനായിട്ടുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരം ശ്രദ്ധിക്കുക, അതുപോലെ പല കാര്യങ്ങളും നമ്മളിവിടെ റമളാനിൽ എന്തൊക്കെ പുതുതായിട്ട് ചെയ്യാം എന്ന് തുടങ്ങി പല കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു വെച്ച്. അപ്പോൾ ഇത് നമ്മളോടും കൂടിയാണ്, നമ്മളും അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ആ ഒരു അർത്ഥത്തിൽ ഈ ഒരു റമളാനിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള തൗഫീക്ക് റബ്ബ് നൽകട്ടെ.
അതുപോലെ തന്നെ ഈ ഒരു റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇതുവരെ സംഭവിച്ചിട്ട് പോയിട്ടുള്ള എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതൊക്കെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് റമദാനെ വരവേൽക്കാനും തുടർന്ന് റമദാൻ കഴിഞ്ഞും അത് നിലനിർത്തി കൊണ്ടുപോകാനും കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.